സാറേ നമസ്കാരം. നമസ്കാരം. നമ്മളിന്ന് ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ ജനസമൂഹം അനുഭവിക്കുന്ന ചില പീഡകളും വ്യഥകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇരുന്ന് കാണുകയും കേൾക്കുന്നത് പോലെയല്ല നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ. ധാരാളം മർദ്ദനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, മതേതര രാഷ്ട്രമായ ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അത് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കൊക്കെ അറിയാം. ആകപ്പാടെ 2-3% ക്രിസ്ത്യൻസേ ഉള്ളൂ. വലിയ വലിപ്പമൊന്നും വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ. എന്തിനാണ് ഇങ്ങനെ ഈ അടിയും തൊഴിയൊക്കെ ഇവർ ചെയ്യുന്നത്, ഈ പാവപ്പെട്ട ഉപദേശന്മാരെ? BJP ഗവൺമെന്റിന് ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഒരു വാക്ക്. ഇവരെ ആരും ആക്രമിക്കരുത്, ആക്രമിച്ചാൽ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ സംഘടനയിൽ RSSൽ നിന്ന് പുറത്താക്കും. അവർ ജീവിച്ചോട്ടെ. ഇനി നിർബന്ധിത മതപരിവർത്തനം വല്ലതും നടത്തുന്ന കേസെടുത്തോട്ടെ. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അണികളെ ഒന്ന് ബോധവൽക്കരിച്ച് നിർത്തി എല്ലാ ജനസമൂഹത്തിനും ഒരുമിച്ച് ഒരുപോലെ കഴിയാനുള്ള സ്ഥിതിവിശേഷം എന്തുകൊണ്ട് BJP ഗവൺമെന്റ് ഉണ്ടാക്കുന്നില്ല? സാറ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ക്ഷമ പറയുന്ന ഒരു പാർട്ടിയാണ് BJP എപ്പോഴും എന്ന് പറഞ്ഞാൽ ആ സ്ട്രാറ്റജി മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഹാള് ആക്രമിച്ചു, ജനങ്ങളെ ഉപദ്രവിച്ചു. ഉറപ്പായിട്ട് ഈ രാജീവ് ചന്ദ്രശേഖറോ നമ്മുടെ ഹാളിലെത്തും, സംഭവിച്ചതിന് വളരെ കൃത്യമായിട്ട് ക്ഷമ പറയുകയാണെങ്കിൽ കരയുകയും ചെയ്യും. BJPയുടെ തന്ത്രം ലോക്കൽ കയറി ഒരു സ്ഥലത്തെ അടിച്ച് നശിപ്പിക്കുക, കേന്ദ്ര കമ്മിറ്റി വന്ന് ക്ഷമ പറയുക. ഈ ഒരു തന്ത്രം അറിയത്തില്ലായിരുന്നോ? കുമ്മനം വഹീദ ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSSന്റെ എല്ലാ നേതാക്കളോടോടെ ഇത്രയും ഡീസന്റ് ആളുകളില്ല. ഇടപെടാനൊക്കെ വളരെ അതൊരു അഭിനയമാ. എനിക്കറിയാം, എനിക്ക് ഇവരെ നല്ല പരിചയമുള്ള ബന്ധങ്ങളുള്ളവരുണ്ട്. ഇവര് ഇപ്പൊ നമ്മളോട് കാര്യം ചോദിച്ചാൽ ഏറ്റവും മാന്യവും കുലീനവുമായ പെരുമാറ്റം നമ്മുടെ മുമ്പിൽ കാണിക്കും. പക്ഷെ ഇവരുടെ തന്നെ അനുഗ്രഹാശിസത്തോടെ താഴെ തലത്തിലുള്ള ആളുകളെ ഗുണ്ടായുസത്തിനായി. ഇതൊരു തന്ത്രമാണ്. ആ തന്ത്രം നമ്മളിപ്പോൾ ഒരുമിച്ച് ഉത്തരേന്ത്യയുടെ പല സ്ഥലങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും വരിക. കേരളത്തിൽ ക്രൈസ്തവർക്കിടയിൽ നിന്ന് BJPക്ക് അനുകൂലമായ ഒരു സ്റ്റാൻഡ് കുറെ ആളുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് കാരണം എന്ന് വെച്ചാൽ നിസാര കാര്യമാണ്. FCRA മരവിപ്പിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടണം. അല്ലാതെ ക്രിസ്ത്യാനിക്ക് പൊതുവെ BJPയോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടോ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് അറിയാം. ഈ തെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ കോട്ടയിലൊന്നും ഈ പറയുന്ന മുന്നേറ്റവും നടത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ല, ഞാനിപ്പോഴും ഇടയ്ക്ക് എന്ന് പറയാം, നമ്മൾ ചർച്ച അങ്ങനെ സംഭവിക്കും. അത് തൃശ്ശൂരിലെ ക്രിസ്ത്യൻസ് എന്തുമാത്രം സുരേഷ് ഗോപി വോട്ട് ചെയ്തെന്ന് പറയുന്നത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അത് വേണമെങ്കിൽ കുറെയൊക്കെ കിട്ടിയെന്ന് പറയാം, ചെറിയൊരളവ് കിട്ടിയെന്ന് വരാം. ക്രൈസ്തവരുടെ സ്വാഭാവികമായ ഇടം UDF ആണ്. തന്നെ ആ മതന്യൂനപക്ഷങ്ങൾ ചില പെന്തക്കോസ്തുകാരും CSIക്കാരും ഒക്കെ അടങ്ങുന്ന കുറെ സമൂഹം LDFനെയും പിന്തുണച്ചിട്ടുണ്ട്. അതെ. അല്ലാതെ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ UDF മോശമാണ്, LDF. അല്ലാതെ BJP ഒരു തേർഡ് ഓപ്ഷനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ആകാനൊന്നും അത്ര എളുപ്പമല്ല. കാരണം അവർ ആ പേര് ഈ വടക്കേന്ത്യയെ നശിപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതിലെ ഇവരൊരു തന്ത്രം മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ UP എടുക്കാം. UP ഭരിക്കുന്ന ആരാ? യോഗി ആദിത്യനാഥ്. ഈ യോഗി ആദിത്യനാഥിന്റെ കമ്മ്യൂണിറ്റി ഒരു മൈക്രോ മൈനോറിറ്റിയാണ്. പണ്ഡിറ്റോ അല്ലെ ബ്രാഹ്മൺ എന്നൊക്കെ വിളിക്കുന്ന കമ്മ്യൂണിറ്റി തീരെ ചെറുതാണ്. പക്ഷെ മുഖ്യമന്ത്രി അദ്ദേഹമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു വികാരത്തെ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തിയെങ്കിലേ ഇവർക്ക് അധികാരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസം ഉള്ളിടത്തും ക്രിസ്തീയ സ്വാധീനം ഉള്ളിടത്തും ആളുകൾക്ക് മാറ്റം വരുന്നു. ഈ മാറ്റത്തെയാണ് BJP ഭയപ്പെടുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും. ഈ ജനങ്ങളെ അക്ഷരാഭ്യാസമില്ലാതെ എന്തുമാത്രം അടിമകളായി, സംഘടനാ ശേഷിയില്ല, ജോലി ചെയ്ത കൂലി ചോദിച്ചു വാങ്ങാൻ പറ്റില്ല, ജാതി വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഇവരങ്ങനെ ഇട്ടെങ്കിലേ ഇവർക്ക് മേൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ശരിയാ. പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബീഹാറിൽ പണ്ടൊരു വലിയൊരു പാലം വന്നു. അപ്പൊ ഈ പാലം വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം സന്തോഷമായി. അപ്പോ ആ പാലം പണിയാതിരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും പാലം പണി ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് കേട്ടിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഈ പാലം കയറി ഇപ്പോഴേ പോലീസ് വന്നു ഇപ്പോഴേ കഞ്ചാവ് തോട്ടമാണ്. നേരെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ ഈ വികസനം വന്നു കഴിയുമ്പോൾ ജനങ്ങൾക്ക് ബോധോദയം ഉണ്ടാകും. വിദ്യാഭ്യാസവും
മറ്റെല്ലാ നിലയിലും രാഷ്ട്രീയം പുരോഗതി ഏത് രീതിയിലുള്ള ഭൗതിക പുരോഗതി ഉണ്ടാകുമ്പോഴും നാട്ടിലെ ജനങ്ങൾക്ക് ബോധം ഉണ്ടാകും. അപ്പൊ ചിലപ്പോ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ചെയ്യുന്നത്. പക്ഷെ എത്ര നാൾ ഇവരും ഇങ്ങനെ ചെയ്യും ഇത്? അല്ല, അത് അത് മാറ്റമുണ്ട്. അതിന്റെ വിഷയം പറയും. ഇപ്പൊ സർപ്പഞ്ച് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തലവൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, അത് നിശ്ചിതമാര് കുടുംബപരമായിട്ടിരിക്കുക, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലത്. അപ്പൊ ആ തസ്തികയിൽ ഇരുന്നുകൊണ്ട് ഇവര് തീരുമാനിക്കുന്ന അജണ്ട അവിടെ നടപ്പിലാക്കാൻ പറ്റും. ജനാധിപത്യം അവിടെ ഇല്ല. ഈ പാവങ്ങളുടെ എല്ലാം വോട്ട് ഇവര് കയറിയാ ചെയ്യുന്നത്, അല്ല ഇവര് പറയുന്നവരാ ചെയ്യുന്നത്, അല്ലാതെ വേറെ വഴിയില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ ഇന്നും നടക്കും. നമ്മളീ പോയ കണ്ട സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. ഇവർക്ക് വോട്ടവകാശം ഉണ്ടല്ലേ, ഇവർ പറയുന്ന പോലെ ചെയ്യണം. അവിടിക്കുന്ന ഓഫീസേഴ്സും ഇവിടെ ഒന്നും ജനാധിപത്യം ഇല്ല, തീരെ ഇല്ല. അടുത്ത ഇവരുടെ ഈ അന്നത്തെ അത്തരത്തെ സിസ്റ്റം അടിച്ചേൽപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണത. അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. ഈ ഭയക്കുന്ന എന്താന്ന് പറയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ അവരുടെ ജനസംഖ്യ അറിയോ? 1 ലക്ഷം പേരേ ഉള്ളൂ. നമ്മൾ 35 കോടി മനുഷ്യരുണ്ടാവും ഇന്ത്യക്കാര്. അപ്പൊ 35 കോടി മനുഷ്യർ കല്ലെടുത്തെറിഞ്ഞാൽ മതി, പോകും. ചെറിയ കല്ലേ എല്ലാവരും കൂടി വേണ്ട. അതിന്റെ 10% പേര്, 3.5 കോടി മനുഷ്യര് കല്ലെടുത്തെറിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പോകും. വെറും കല്ല് മതി, ഇവർ കൂടും. പക്ഷെ അത് വരാതിരിക്കത്തക്ക വിധം ഡിവൈഡ് ആൻഡ് റൂൾ, ആ പരിപാടി കൃത്യം ഇവിടെ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പല തട്ടിലാക്കിയിട്ട് പിന്നെ പറയും നമ്മൾ ഹിന്ദുക്കൾക്ക് ഐക്യത വേണം, അത് ഇങ്ങനെ പോകണം. ഹിന്ദുക്കളുടെ ഐക്യതയുടെ മുതലെടുപ്പാരാണ്? ഈ ബ്രാഹ്മൺസോ ഹൈ ക്ലാസ്സോ ഒക്കെയാണ്. അവർ കയറിയിട്ട് അവരുടെ ജാതിയെ വേണേൽ OBC ആക്കും. ആധുനിക ശാസ്ത്രത്തിന്റെ പുരോഗതികളെല്ലാം സ്വായത്തമാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അല്ലെ? എല്ലാ രംഗങ്ങളിലും വിമാന നിർമ്മാണമായാലും ആയുധങ്ങളുടെ നിർമ്മാണമായാലും ഫാക്ടറികളായാലും റോഡുകളായാലും മോശമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിതിൻ ഗഡ്കരിയൊക്കെ നല്ല മന്ത്രി തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ഗഡ്കരിയൊക്കെ. അപ്പൊ അവര് പരമാവധി രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ശാസ്ത്രത്തെ അവര് കൂട്ടുപിടിച്ചിട്ടുമുണ്ട്. സ്വന്തം വിമാനം ഉണ്ടാക്കാൻ പോകുന്നു. പക്ഷെ ഈ അന്ധവിശ്വാസത്തിൽ പേറിക്കിടക്കുന്ന ഈ ഗ്രാമീണ ജനതയുടെ ഉദ്ധരിക്കുക എന്നുള്ളൊരു ഇതില്ല. അത് ആദ്യം പറഞ്ഞത് അതുകൊണ്ടായിരിക്കും അല്ലേ? അത് വേറെ തന്ത്രം. അതായത് നമ്മള് പക്ക പൊളിറ്റിക്സ് അല്ല, നമുക്ക് ഒരു എക്കണോമിക്സ് കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 3% താഴെ വരുന്ന ബനിയ ഗ്രൂപ്പുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ബനിയകളാണ് ഗാന്ധിജിയുടെ. ഞാനത് പലപ്പോഴും പറയാറുണ്ട്. ഈ ഗാന്ധിജി എന്തിനാണ് ഈ ഖദറിനെ പ്രോത്സാഹിപ്പിച്ചെന്നറിയോ? അന്നത്തെ ഏറ്റവും വലിയ ഖദർ വ്യാപാരി എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ സ്വന്തക്കാരനാ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഖദർ നിർമ്മാണ യൂണിറ്റ് അദ്ദേഹത്തിന്റെ ആ പേര് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. ബിർള മന്ദിർ ഇദ്ദേഹത്തിന് ജീവിക്കാൻ കൊടുക്കുകയാണ്. അത് അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പഠിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണോ അങ്ങനെ ചെയ്തത്? ഈ ഖദറിന് ഇന്നും വിലയല്ലേ? അന്നൊന്നും വിലയുള്ള സാധനമാണ്. വിദേശികളെ ബഹിഷ്കരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ഉൽപ്പന്നം മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നം എന്താണ്? ഈ ഖദറാണ്. അത് ഇവിടുന്ന് കോട്ടൺ നൂലും വിദേശത്ത് കൊണ്ടുപോയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ UK ചെല്ലുമ്പം കണ്ടുകാണല്ലോ, നമ്മള് ലങ്കാഷെയർ, മാഞ്ചസ്റ്റർ, പണ്ട് മാഞ്ചസ്റ്റർ ഷർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയായിരുന്നു. കൊച്ചിയിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ അപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട് മാഞ്ചസ്റ്റർ ഷർട്ട്. അത് ഇവിടുന്ന് നമ്മുടെ കോട്ടൺ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നെയ്തെടുത്തിട്ട് അതിന്റെ 10 മടങ്ങ് വില കൊടുത്ത് നമുക്ക് തന്നെ കൊണ്ട് വിൽക്കുന്ന പരിപാടിയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത്. ആ ഫാക്ടറിയുടെ ഒക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് മാഞ്ചസ്റ്റർ, ലിവർപൂൾ ഭാഗങ്ങളൊക്കെ പോയാൽ കാണാനുണ്ടാവും. അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ചിലപ്പോൾ. അല്ല, അതിന്റെ തന്നെ മറ്റു രീതികൾ ഇപ്പോഴും നടക്കുന്നില്ല. ബിസിനസ് അങ്ങനെയൊക്കെയാണ്. ഇതിന് ഈ വിലയുണ്ടെന്നും ഈ ക്വാളിറ്റി ഉണ്ടെന്നും ഇത് ഇങ്ങനെ ഉപയോഗിക്കാതൊക്കെ ഉള്ള ഒരു കണ്ടെത്തലും ഉണ്ടായില്ല. ഇത് മാത്രമല്ല, ബനിയ ഗ്രൂപ്പുകാരുടെ കയ്യിൽ, വൈശ്യരുടെ കയ്യിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. ഞാൻ ചിലരുടെ പേര് പറഞ്ഞാൽ പിടികിട്ടും. അദാനി, ഗൗതം അദാനി, അംബാനിമാര്, ഈ ഇപ്പൊ പറഞ്ഞ ബിർള, ഇനി പറയുന്ന ജിൻഡാൽ, ലക്ഷ്മി മിത്തൽ, ഇവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇവരാണ് MP മാർക്ക്. ഈ അടുത്ത കാലത്ത് നമ്മളോട് രാഷ്ട്രീയ പാർട്ടികൾ പിരിവിന് വന്നിട്ടില്ലല്ലോ. ഇല്ലില്ല. ഏത് പാർട്ടിയാണ് പിരിവിന് വന്നേ? ഈ ഇലക്ഷനൊക്കെ എങ്ങനെ ഇവര് നടത്തുന്നത്? ഇവര് 2 പാർട്ടി ഉണ്ടെങ്കിൽ പോരെ, കാശ് കിട്ടും, മതി. ഇപ്പൊ ഇവർക്കെല്ലാം ഇവരാ പണം കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ ദാരിദ്ര്യം കൂടി നിലനിർത്തിയെങ്കിലേ എക്കണോമിക്കലി ഈ സംവിധാനം നിലനിർത്തത്തുള്ളൂ. ദാരിദ്ര്യം വേണം, അത് മേടിക്കാൻ ആളുണ്ടേ, പാവങ്ങൾ വേണം, പണിയെടുക്കാനും ആള് കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ കൂലിയിൽ പണിയെടുക്കാനും വേണം. അടുത്തത്, ഇവർക്ക് തന്നെ അറിയാം ഈ പറയുന്ന എല്ലാം പോഷ്കാണ്. ഉദാഹരണം, ഈ ചാണകത്തിനെന്തോ വീര്യമുണ്ട് എന്ന് പറയുക. ചാണകത്തിന് വീര്യമുണ്ടെന്ന് പറയുന്നത് ഇതെന്തോ പരിശുദ്ധ വസ്തുവാണ്. എന്നിട്ട് ഈ പരിശുദ്ധ വസ്തു എടുത്ത് ഈ പാസുമാരെ വായി തേക്കുക, കുർബാന സാധനം എടുത്ത് നമ്മൾ കൊടുക്കും. ഇതുപോലെ
ഇവരെ പരിശുദ്ധ സാധനമാണ്. ചാണകത്തിന് എന്തെങ്കിലും ഗുണം കാണുമായിരിക്കും. ചാണകത്തിന് ഈ ഗുണമുണ്ട്, ഏതാ നമ്മുടെ മറ്റേ ഇന്ധനം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ കൂട്ടിക്കും. മുറിവ് പച്ച ചാണകത്തിൽ ചവിട്ടിയ സെപ്റ്റിക് ആളകത്തും. അല്ല, ഈ ചാണകം എന്തോ അമൂല്യ വസ്തുവാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന, പരിശുദ്ധി കൊടുക്കുന്നവനെ ഈ ചാണകം വാരി വായി തീർക്കുക എന്ന് പറയാം അവന്റെ ശത്രുവിന്റെ. മനസ്സിലായില്ലേ? ഇത് പ്രസാദമല്ലേ, ഇവൻ ബഹുമാനിക്കേണ്ട സാധനമല്ലേ? അതെ, ഇത് വിലപിടിപ്പുള്ള സാധനമാണ്. ഗോമൂത്രം കുടിപ്പിക്കുന്നുണ്ട്. ഉണ്ട്. ഇവന്റെ വിശുദ്ധ സാധനം എടുക്കുന്നവനെ ഈ അശുദ്ധന് കൊടുക്കുന്നേ. അല്ല, വിശുദ്ധ ഇത് ഗോമൂത്രം കുടിപ്പിക്കുന്ന വിശുദ്ധ പാനീയം എന്നുള്ളതല്ലേ? അടുത്ത ഈ ഒരു കാര്യം തന്നെ പഠിച്ചാൽ മതി. ഇത് ഇവരാരും ചെയ്യുന്നുണ്ടോ? ഒരു ഹോട്ടലിൽ കയറി മൂത്രമല്ലല്ലോ മേടിക്കുന്നത് പശുവിന്റെ. നമ്മൾ കയറുന്ന പോലെ കോണ്ടിനെന്റൽ ഹോട്ടലിൽ കയറിയിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം ഓർഡർ ചെയ്യുക. ഏറ്റവും അധികം ബീഫ് കയറ്റിയിരിക്കുന്ന സ്റ്റേറ്റ് ഏതാ? ഈ UP ആണ് ഏറ്റവും അധികം ബീഫ് കയറ്റിയിരിക്കുന്നത്. 30 അലാന പോലുള്ള കമ്പനികൾ ഇവിടുന്ന് കയറ്റി അയക്കുക, ബീഫാണ് കയറ്റി അയക്കുക. അപ്പൊ ഇത് ഇവർക്ക് തന്നെ അറിയാം, ഇവർ ഈ പറഞ്ഞതിനകത്ത് കാര്യമില്ല. പക്ഷെ ഇത് താഴെ തട്ടിൽ ഇട്ടെങ്കിലേ കാര്യം നടക്കൂ. ഗാന്ധിജി പണ്ട് ഇതുപോലെ. അപ്പൊ ഞാൻ എത്ര നാൾ അങ്ങനെയാണെങ്കിൽ ഈ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽപ്പെട്ട ഈ ഉപദേശിമാരും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ എത്ര നാൾ കൊണ്ട് ജീവിക്കും? അല്ല, അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ക്രിസ്ത്യാനിറ്റി ചരിത്രത്തിലുടനീളം കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെയൊന്നും അത് ബാധിക്കില്ല വെച്ചാൽ നമുക്കൊരു സൈലന്റ് ഗ്രോത്തും കാണാമല്ലോ. അതിവേഗത്തിലുള്ള സൈലന്റ് ഗ്രോത്ത് ഉണ്ട് ക്രിസ്ത്യാനിറ്റി. അത് ഇവർക്ക് തടയിടാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഞാൻ പറയാം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കും. ഈ ഭക്ഷണം കഴിക്കുന്നവർക്കിടയിൽ ബ്രാഹ്മൺസ് ഉണ്ട്, വിശ്വാസത്തിലേക്ക് വന്നാൽ ദലിതരുണ്ട്, തീർച്ചയായും ഈ യാദവരുണ്ട്. അത്ര സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നത്. ഇവരെല്ലാം ഒരുമിച്ച് കഴിക്കുന്നു, നമ്മളെല്ലാം ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇത് ഈ രാജ്യത്തിലെ RSകാരൻ തലകുത്തി നിന്നാ നടക്കുമോ? നടത്താൻ പറ്റില്ല. അവൻ ഇനി എന്നാ പുരോഗമനവാദിയാണ്, നടത്താൻ പറ്റില്ല. ഞായറാഴ്ച ഗാന്ധിജിക്ക് പോലും പറ്റിയില്ല. ഞായറാഴ്ചത്തെ സൺഡേ സർവീസിൽ ഏതാണ്ട് 20 ഭാഷകളോളം സംസാരിക്കുന്ന ഇടത്തെ ആളുകൾ വരും. അതിലെല്ലാവരും എല്ലാവരും ഉണ്ട്. പല രൂപത്തിലും ഭാവത്തിലുമുള്ള ആളുകൾ ഞാൻ പണ്ടും നോർത്ത് ഇന്ത്യ വന്ന് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബ്രാഹ്മണ സ്ത്രീയെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടല്ലോ. അവര് വിശ്വാസത്തിൽ നല്ല ചങ്കുറപ്പോടെ വന്നു. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവര് പോയിട്ട് വിശ്വാസികളായ ദലിതരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. മക്കൾ പറഞ്ഞു നിങ്ങൾ പൊക്കോ. ഇത് ഏത് അവസാനം ഇവരെ വാച്ച് ചെയ്യാൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന അവരെ മരുമകൾ വിശ്വാസിയായി. അതാ സഹോദരി സാക്ഷി പറഞ്ഞാണ്, ബ്രാഹ്മണ സ്ത്രീ സാക്ഷി പറഞ്ഞാണ്. നാളെയും വരും അവരുടെ പറഞ്ഞത്. ഈ രൂപത്തിലൊരു മാറ്റം, മാനവികതയുടെ ഒരു മാറ്റം ഇതുപോലെ കൊണ്ടുവന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. കേരളത്തിലൊക്കെ അതിന് പരിമിതി ഉണ്ടാകും. പക്ഷെ ഇവിടെ അത് വളരെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനും വിജയിപ്പിക്കാനും ഒക്കെ സാധിച്ചു. ഇത് താഴെ തട്ടിലെല്ലാം ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. മാത്യു സാമുവലിന്റെ വീഡിയോകളൊക്കെ വളരെ വ്യക്തമാണ്. അതായത് പഠിച്ചിട്ടാ പറയുന്നത് ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം. ഇനി നമ്മളെ ഇവർക്ക് നേരിടാൻ BJPക്ക് ഒരു വഴിയുള്ളൂ. ഇത് താഴെ തട്ടുള്ള മനുഷ്യരിലേക്ക് ഇറങ്ങട്ടെ, എല്ലാത്തരം മനുഷ്യരിലേക്ക് വികസനം എത്തിക്കട്ടെ. അല്ലാതെ ഈ കാണിക്കുന്ന പണി നമുക്കറിയാം, അടക്കി വെച്ച് നടത്തി ഏത് പരിപാടിക്കും ഒരു തിരിച്ചടി കിട്ടും. കാലം അത് കൊടുക്കും. അതൊരിക്കൽ പുറത്തു വരും. എല്ലാ കാലവും അടിച്ചമർത്തി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഒരു കാലത്ത് പൊട്ടിത്തെറിക്കും. ലോക ചരിത്രത്തിൽ പൊളിറ്റിക്കൽ റിയാലിറ്റി നമുക്കറിയാം. ലോകരാജ്യങ്ങളൊക്കെ തന്നെ അടിമ കച്ചവടം നിലനിന്ന രാജ്യങ്ങളിലും അല്ലെ, റഷ്യയിലൊക്കെ തന്നെ ഈ കമ്മ്യൂണിസം വരാൻ തന്നെ കാരണം അവിടുത്തെ ആളുകളുടെ കഷ്ടപ്പാടും അടിച്ചമർത്തപ്പെട്ട ജീവിതവും ഒക്കെ തന്നെയാണ്. അതെല്ലാം അക്കാലത്ത് കമ്മ്യൂണിസം അനിവാര്യമായിരുന്നല്ലോ ഇത് ആ കാലത്ത്. പിന്നെ അത് പരാജയപ്പെട്ടു പോയെന്നുള്ള വേറെ വസ്തുത. അപ്പൊ ഈ അടിച്ചമർത്തി അവരെ ചവിട്ടി ഒതുക്കി അടിയും കൊടുത്ത് ഭീഷണിപ്പെടുത്തി ഇട്ടിരിക്കുന്ന ഈ ഒരു ഇതിന്റെ ഒരു മാറ്റം വരണം ഇന്ത്യയിൽ. അത് BJP ഈ കാര്യത്തിൽ കുറെ ശ്രദ്ധിക്കണം. അവരങ്ങനെ ഇതിലേക്ക് മടങ്ങി വരുമോ? അവരെല്ലാവരും ഒന്നായി കണ്ടൊരു സ്ഥിതിയിലേക്ക് വരുമോ? അത് BJPയെ പൊളിറ്റിക്കലി നേരിടാൻ ഒരു പവർ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അത് വേറൊരു കാര്യമുണ്ടോ, 80 കാലയളവ് വരെ ഈ RSSന്റെ രാഷ്ട്രീയ മുഖം BJP അല്ലായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ജനസംഘം വേറെ ഉണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു ജനസംഘം. അല്ല, ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കിയ കഥയാ പറയുന്നത്. പഴയ കോൺഗ്രസ് ഇപ്പൊ ഇവർക്ക് മാറ്റമായപ്പോഴത്തെ കാലം. അന്ന് അത് ശരിയാണ്. കാരണം OP ത്യാഗി കൊണ്ടുവന്ന 78ലെ ബില്ല് ജനതാ ഗവൺമെന്റ് കാലത്ത്. അല്ല, ഈ മതപരിവർത്തന നിരോധന നിയമം വന്നതെല്ലാം കോൺഗ്രസ് രാജസ്ഥാനി വന്നിട്ടുണ്ട്. ഇതെല്ലാം ജയലളിത കൊണ്ടൊന്നും തമിഴ്നാട്ടിൽ. അത് കോൺഗ്രസ് അല്ല. നമ്മൾ പ്രതീക്ഷിക്കുക BJPയെ തന്നെ കുറ്റം പറയുന്നത്. അത് BJP തുടരുക ചെയ്ത് പവർഫുൾ ആയിട്ട് അത് കോൺഗ്രസിനകത്തെ പ്രമാണിമാർക്കും ഒരു തീവ്ര ഹിന്ദുത്വ മനോഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി വരുന്നേ ഉള്ളൂ. കാലം കഴിഞ്ഞു. ഇപ്പൊ ഗ്രഹാം സ്റ്റെയിൻസിന്റെ മരണത്തിന് കോൺഗ്രസിന്റെ മിനിസ്റ്ററുടെ കാലത്ത് തന്നെ നടന്നു, BJPയുടെ കാലത്തല്ലല്ലോ. അല്ല, കേരളത്തിലേക്ക് വരിക. ക്യാപ്റ്റൻ ഷാമുവൽ
തല്ലുകൊള്ളുന്ന കാലം ഏതാ? ആന്റണി ഭരിക്കുമ്പോഴാണ്. ആന്റണി ഭരിക്കുന്ന കാലത്ത്. അല്ല, ആന്റണി ഭരിക്കുന്ന കാലത്താണ് കൂപ്പറിനെ കിളിമാനൂർ വെച്ച് വെട്ടിയിട്ട് നമ്മളെ കുമ്പനാട് കൺവെൻഷൻ നിൽക്കുന്ന സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൂപ്പറിനെ എന്നിട്ട് ആ കൈ ഉണങ്ങാതെ തന്നെ BJP സൂചിപ്പിക്കാനായിട്ട് ആന്റണി മുണങ്ങില്ല അയാള്, കയറ്റി വിട്ടു, പ്ലെയിനെ കയറ്റി വിട്ടു. ആ കൂടെ തന്നെ തൃശൂലം വിൽക്കുന്നേ മറ്റേ ഒരാളുള്ളത്, ഇവിടുന്ന് വന്ന് ഈ അടിയൊരുത്തൻ പ്രവീൺ തൊഗാഡിയ, പുള്ളിയുടെ യാത്ര ആന്റണി പിന്തുണയ്ക്ക് കയറ്റി വരും. അതെ അതെ, ബീഹാർ ലലിപ്രസാദ് യാദവ് വിട്ടോളാൻ പറഞ്ഞ് പ്ലെയിനെ ഇറങ്ങിയപ്പോ കയറ്റി വിട്ടു. അപ്പൊ ആർജവമുള്ള മതേതര വീക്ഷണമുള്ള എല്ലാ ജനങ്ങളെയും ഒന്നായി കാണുന്ന ഒരു ജനകീയ ഗവൺമെന്റും ലീഡേഴ്സും ഒക്കെ വരുന്നൊരു കാലത്ത് ചിലപ്പോൾ മാറ്റം വരുമായിരിക്കും. അല്ലെങ്കിൽ BJPയുടെ നയം മാറ്റണം. അല്ല, BJPയുടെ എനിക്ക് തോന്നുന്നത് BJPയുടെ നയം മാറുമെന്ന് എന്റെ ചിന്ത. ചിലപ്പോൾ അതിന് ഇതിന് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രഷറുണ്ട്, അതൊരു പരാജയമാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മലയാളി ഉത്തരേന്ത്യയിൽ ജയിലിൽ കിടക്കുക, അയാൾ ഇറങ്ങുന്നുണ്ട് പാസ്റ്റർ. കാരണം അവിടെ നമ്മുടെ 20 MP-മാരും മറ്റേ രാജ്യസഭാ MP-മാരെയും നമുക്ക് പ്രഷർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. 20 പേർക്കും. സുരേഷ് ഗോപി കൂടെ കൂടും വേണമെങ്കിൽ. BJP എന്നൊരു വിഷയമില്ല. ഇത് കാര്യം ഇറങ്ങി ഇന്നോട് ഇരിക്കുന്നു പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് നാളെ വരണ്ട, ജോർജ് കുര്യന് നാട്ടിൽ വരണ്ട. അപ്പൊ ഇവരോട് കൂടെ പ്രഷർ കൊടുക്കും. ഇതുപോലെ ഹിന്ദിക്കാർക്കിടയിൽ ആളില്ല. ഒരു ഹിന്ദിക്കാരൻ ജയിലിൽ കിടന്ന അവന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. അതാണ് അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സ്. നമുക്കിപ്പോ കന്യാസ്ത്രീ ജയിലിൽ പിടിച്ചിട്ടപ്പോഴും അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ആളുകൾ വന്ന് കൊണ്ടുപോകാനായിട്ട് ലീഡേഴ്സ് വന്ന് ആ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഇപ്പൊ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനും ഒരു ജനകീയ ഈ ന്യൂനപക്ഷ സമൂഹങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് BJP കൊണ്ടൊരു ഒരു നയം രൂപീകരിക്കാൻ പുള്ളിക്കും കഴിഞ്ഞില്ല. ഈ ബ്യൂറോക്രാറ്റുകൾ ഈ പൊളിറ്റിക്സ് തിരഞ്ഞെടുക്കാതിരിക്കാൻ തീർച്ചയായിട്ടും അവർക്ക് അതിനെ പൊളിറ്റിക്കൽ സാക്ഷരത. IAS സിവിൽ സർവീസുകാര് രാഷ്ട്രീയത്തിൽ വരുന്ന വെറും സുഖല്ല. ഇപ്പൊ ഒരു പോലീസുകാരൻ മറ്റേ സെൻകുമാർ മറ്റേ BJPയുടെ ഒരു അപ്പുറത്ത് മത്സരിക്കാൻ കാത്തിരിക്കുന്ന ഒരു സ്ത്രീ, സന്ധ്യയാണോ സന്ധ്യയാണോ അല്ല പുള്ളിക്കാരി ശ്രീലേഖ പേര് തിരിഞ്ഞുപോയി. ഇവരൊക്കെ എന്താണ് ഈ പരാജയമായിരിക്കും. അൽഫോൺസ് കണ്ണന്താനം ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിൽ വിജയമായിരുന്നു. ഞങ്ങളുടെ MLA എന്നുള്ള നിലയിൽ വിജയമായിരുന്നു കേട്ടോ. MLA തീർച്ചയായിട്ടും വിജയിപ്പിച്ചു. അല്ല, ഇവർക്ക് ഒരു രസകരമായ സംഭവം. ഡോക്ടർ ബാബു പോളിന്റെ ഒരു പ്രസ്താവനയുണ്ട്. പുള്ളി വളരെ വ്യക്തമായി പറയുന്നത്, പുള്ളി വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എപ്പോഴും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരും ജനകീയ പ്രശ്നങ്ങൾ അറിയുന്നവരും ഒക്കെ ആളുകൾക്കാണ് നയങ്ങളും നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ജനങ്ങൾക്ക്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഓഫീസിലിരുന്ന് ഒപ്പിട്ട് കൊടുക്കുക, അവിടുത്തെ പരിപാടികളെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറയുന്നത് എന്തുകൊണ്ടും ഭരണം രാഷ്ട്രീയക്കാരാണ് ഏറ്റവും ബെറ്റർ എന്നാ പുള്ളി പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കും ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആൾക്ക് ഒന്നും ചെയ്യാൻ ബാബുപ്പോളിന്റെ വ്യക്തമായ പുള്ളിയുടെ ഒരു ചർച്ച കിടപ്പുണ്ട് യൂട്യൂബില്. അപ്പൊ അത് ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പൊ VC ജോർജ് അങ്ങോട്ട് ചേർന്നിട്ടുണ്ട്. മറ്റൊരു നമ്മുടെ ഇന്റലിജൻസിന്റെ ഡയറക്ടർ ആയിരുന്ന ഒരു IPS ഓഫീസർ ഉണ്ടല്ലോ, തോമസ്, അദ്ദേഹം അവിടെ ഉണ്ട്. കണ്ണന്താനമുണ്ട്, ജോർജ് കുര്യനുണ്ട്. വാസ്തവത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ ആളുകൾ ഇപ്പൊ കേരളത്തിൽ നിന്ന് BJPയുടെ ആളുകളായിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, ഇവരെല്ലാം ഉണ്ടായിട്ടും ജോർജ് മാത്യു അല്ലേ? അപ്പൊ ഇവരെല്ലാം ജോർജ് മാത്യു BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അതും ജയിച്ചില്ലെന്നു. അപ്പൊ ഞാൻ പറയാം, ഒരുപാട് ആളുകൾ തന്നെ നിലവിൽ ഇപ്പൊ BJPയുടെ നിൽക്കുന്നവർ ഭരണത്തിലുണ്ടായിരുന്നില്ല. ഇവർക്കൊക്കെ വാസ്തവത്തിൽ ഇവരെ ഒന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതിലെ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് വന്ന മതന്യൂനപക്ഷങ്ങളെ BJP വിശ്വസിക്കുന്നില്ല. BJP അവരും വിശ്വസിക്കുന്നില്ല. ലയിച്ചിട്ടും ലയിക്കാതെ കിടക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. അല്ലാതെ ഇവരെ ഈ പറയുന്ന പോലെ അവർക്ക് അവിടെ ഒരു സ്വാധീനമോ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കും അവര്. അവർക്ക് എന്തായാലും ചെറിയ കാര്യങ്ങൾ ചെയ്തെടുക്കാം, ചെന്നിട്ട് അപേക്ഷ വെക്കാന്നുള്ളതല്ലാതെ. ഇപ്പൊ സഹമന്ത്രി എന്ന് പറയുന്ന തസ്തിക നമ്മുടെ സുരേഷ് ഗോപി, ഈ മന്ത്രിസഭയ്ക്കകത്ത് പുള്ളി ഇല്ലെന്നുള്ളവരും അറിയോ? സഹമന്ത്രിക്ക് സ്വതന്ത്ര ചുമതല ഇല്ല. മന്ത്രിസഭാ യോഗം ഇല്ല, ക്യാബിനറ്റ്, അതിനകത്ത് പ്രവേശനം ഇല്ല. അതിനകത്ത് ക്യാബിനറ്റ് മറ്റേ സഹമന്ത്രിമാർക്ക് പറ്റില്ല. മിനിസ്റ്റർ ഫോർ ദ സ്റ്റേറ്റ് ആണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ മിനിസ്റ്റർ ഫോർ ദ സ്റ്റേറ്റ് ആണ്. കേരളത്തിന് വേണ്ടി ഒരു മന്ത്രി. പുള്ളി പിന്നെ ഡൽഹിയിൽ എന്നാ പോയി ചെയ്യുന്നത്? ഒരു ഓഫീസൊക്കെ ഉണ്ട് അവിടെ ഇരിക്കാൻ. നമ്മൾ തരുമ്പോൾ മന്ത്രി എല്ലാ സഹമന്ത്രിമാരെയും. അപ്പൊ ഇദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ വേറെ കാണും. ഉണ്ട്. തീരുമാനങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ നമ്മൾ കാണുന്ന പോലെ തന്നെ പ്രയാസമാണ്. നമ്മൾ കാണുന്ന പോലെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് സുരേഷ് ഗോപിയുടെ വകുപ്പ് കൈകാര്യം ചെയ്ത ക്യാബിനറ്റ് മിനിസ്റ്റർ എടുക്കുന്ന തീരുമാനം സുരേഷ് ഗോപി അറിയും. അത്രേ ഉള്ളൂ. പത്രം വായിച്ചൊക്കെ അറിഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് വളരെ സങ്കടപ്പെടാനുള്ളതും
ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയമാണ് നമ്മൾ പറഞ്ഞത്. ഈ നോർത്ത് ഇന്ത്യയിൽ കുറെ കൂടെ ഒരു ജനാധിപത്യ ബോധം, മതേതര വീക്ഷണം, എല്ലാ മനുഷ്യരും ഒന്നാന്നൊരു ചിന്താഗതിയിലേക്ക് ഇവർ വരണം. ക്രിസ്ത്യാനിറ്റി ഒക്കെ ഇവിടെ 145 കോടി ജനങ്ങൾ കിടക്കുന്നിടത്ത് 2%, 3%, എന്റെ വിശ്വാസത്തിൽ ഈ കുറവാണ്. കാരണം ഈ 30 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് അനിൽ സാറെ പണ്ട് 2% ഉണ്ടായിരുന്നത്. 145 കോടി ആയപ്പോ എത്ര ആയിക്കാണും? ഈ 2% അല്ല, എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. കുറെ ചർച്ചകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, വളരുന്നു. പക്ഷെ എങ്കിലും നിരപരാധികൾ തല്ലുകൊള്ളുന്നു, ജയിലിൽ കിടക്കുന്നു, പോക്സോ കേസിൽ വരെ അകപ്പെടുന്നു, ശിക്ഷിക്കപ്പെടുന്നു, ജാമ്യം എടുക്കാൻ ആളില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ട് ഒരു പാസ്റ്റർ 3 മാസമാണ് ഒളിച്ചു നടന്നത്. അദ്ദേഹത്തെ പിടിച്ചാൽ പിന്നെ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് 10ഓ 12ാമത്തെ പ്രാവശ്യത്തിനാണ് ജാമ്യം കിട്ടിയത് അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി സിറ്റുവേഷനുകളുണ്ട്. അപ്പൊ ഗവൺമെന്റ് നമുക്കിപ്പോ BJP-യെ നമ്മള് കുറ്റപ്പെടുത്തുക, പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളതല്ല. അവർക്കൊരു ജനകീയ മുഖം ഉണ്ടാകണം, ജനാധിപത്യ ബോധം ഉണ്ടാകണം. ഈ ശാസ്ത്രയുഗത്തിൽ ഇപ്പോഴും ഈ ജനങ്ങളെയൊക്കെ ഇങ്ങനെ പാവങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ കഴിയാൻ തുടങ്ങി. ഇവരൊക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നതൊക്കെ ഇവിടെല്ലാം ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? അല്ല, ഇതേ മതം എന്ന് പറഞ്ഞൊരു സംഗതിയോട് ഇവർക്ക് അഭിനിവേശം ഉണ്ടായിട്ടല്ല, മതത്തെ രാഷ്ട്രീയ സ്ഥാനലബ്ധിക്ക് ഉപയോഗിക്കുന്ന സത്യം. കറക്റ്റ്. അതാണ് അതിന് ഉദ്ദേശം. ചിക്കാഗോയിൽ ഒരു ഹനുമാൻ ക്ഷേത്രം ഞാൻ കണ്ടു, മുറ്റത്ത് മുൻവശത്ത്. അതിനകത്ത് കയറണം എന്നുണ്ടായിരുന്നു, അന്ന് അവധിയായിരുന്നു, അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹനുമാൻ ക്ഷേത്രം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഉള്ളത് ഇന്തോനേഷ്യയിലാണോ ന്യൂജേഴ്സിയിൽ ഒരു ക്ഷേത്രം നടന്നിട്ടുണ്ട്. ലോകത്തിലെ വലിയ ക്ഷേത്രങ്ങളൊന്നാ, ന്യൂയോർക്കിനടുത്ത്. അതിന് ഉദ്ഘാടനം കഴിഞ്ഞ 1 വർഷം കണ്ടായുള്ള നടന്നിട്ട്. അപ്പൊ അവിടെയൊന്നും സാഹിബ് വന്ന് ഇനി എന്നാ ചെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊരു വിഷയമില്ല. ഇവിടെ ആരെങ്കിലും ഒരാൾ സ്നാനപ്പെട്ടു പോയെങ്കിൽ, സ്നാനപ്പെട്ട് കുറുതിട്ടാലും സാഹിബിന് ചാണകം മാരി തന്നാലും മൂത്രം കുടിച്ചാലും അവർക്കൊരു വിഷയമല്ല, ഇഷ്ടമാണ്. ഇപ്പൊ അമതാനന്ദയുടെ പഠനത്തിന് എത്രയോ പേര് വന്ന് കിടക്കുന്നു. ഇതുമെല്ലാം അവർക്ക് ഈ വെസ്റ്റേൺ കൺട്രീസിൽ അവർക്ക് വ്യക്തിയുടെ ജീവിതം അവർ നോക്കുന്നു. നമ്മുടെ ഏത് മതവും നല്ല നോക്കുന്നു. രാജ്യത്തിന് തലവേദന ഉണ്ടാകാതെ ജീവിക്കണം നമ്മൾ. ഇപ്പൊ നിങ്ങളുടെ ജീവിതം എന്നെ ബാധിക്കരുത്, എന്റെ ജീവിതം നിങ്ങളെ ബാധിക്കരുത്. ഓരോ വ്യക്തികളാണ്, ഇൻഡിവിജ്വലാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടാണ് വിദേശ യൂറോപ്പ് എല്ലാ രാജ്യങ്ങളിലും ഉള്ളത്. അല്ലാതെ ഈ മതത്തിന്റെ പേരിൽ അവിടെ ഒന്നും അല്ല. നമ്മളെ പോലെ തന്നെ മതപരമായ പീഡകളുടെ ആ റാങ്ക്, ആ ലിസ്റ്റിലൊക്കെ ഇന്ത്യ 35ഓ അതൊക്കെ വേദനാജനകമാണ്. ഈ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട ഒത്തിരി കാര്യം. ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലേക്കൊക്കെ ചുവടുവെപ്പുള്ളപ്പോ തന്നെ മറുവശത്തെ കാര്യം ഓർക്കണം. അപ്പം ചൈന തൊട്ടടുത്ത് കിടക്കുക, അവരോട് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചൈനയിൽ ഏറ്റവും വലിയ പാലം, ലോകത്തിലെ ഏറ്റവും ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പോകുന്നത്. നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു പ്രയോജനമാണെന്ന് ആലോചിച്ച് ചോദിച്ചു. അല്ല, ഇതിപ്പോ ഒരു വിദേശി വന്നെന്ന് കൂട്ടിക്കും, നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ ഇതൊന്ന് ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ, ഈ സാധനം എന്താണ്, ഈ സായിപ്പിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം എന്താണെന്നും അത് എന്താ അതിന്റെ പർപ്പസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അല്ല, ഈ ഗ്രഹങ്ങളിലേക്ക് നമ്മൾ സാറ്റലൈറ്റുകൾ അയക്കുമ്പോൾ ഇപ്പോഴും തേങ്ങ അടിച്ച് വിഘ്നേശ്വരന് തേങ്ങ അടിച്ച് തടസ്സം മാറ്റിയിട്ടേ വിടൂ. അപ്പൊ നമ്മുടെ എത്രയോ നൂറ്റാണ്ടുകൾ പുറകിലാണ് ഇന്ത്യ അല്ലേ, ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടി ദാഹിക്കുമ്പോഴും അതിനോട്. അതെ, നമ്മുടെ ഒരു ധാരണയുടെ പ്രശ്നമുണ്ട്. ഈ സയന്റിസ്റ്റുകൾ ആ മേഖലയെ വലിയ മനുഷ്യരാണ്, സംശയിക്കണ്ട. ഇവർക്ക് ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ പരാജയമാണ്. അപ്പൊ ഡോക്ടർമാരെ എടുത്ത് പരിശോധിക്കുക, ന്യൂറോ സർജന്മാരാണ്, ഭയങ്കര അറിവുണ്ടെന്നിരിക്കുന്നത്. ഇവർക്കൊരു ചരിത്രപരമായ വിഷയത്തിൽ അറിവില്ല. അപ്പൊ ഇവര് സർവ്വതും അവരാണ് എന്നൊരു രൂപത്തിൽ ചിന്തിക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് ഈ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ അസഹിഷ്ണുത മതത്തിനോടുള്ള, അത് മാത്രമേ എനിക്ക് അവരോട് ദേഷ്യമുള്ളൂ. എന്നാൽ വികസന കാര്യങ്ങളിൽ BJP പുറകോട്ട് പോയില്ലെന്നുള്ള അഭിപ്രായം. തീർച്ചയായിട്ടും. അല്ല, നമ്മള് ഉള്ളത് പറയാം. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, പിന്നെ നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ കേരളത്തെ അവഗണിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം, അത് പൊളിറ്റിക്സ്. പക്ഷെ അവർ അപാര കഴിവുള്ള സ്ത്രീകളാണ്. അത് മോശമെന്ന് പറയാൻ BJP-യുടെ മിനിസ്ട്രിയും അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അവർ ചെയ്തികളൊക്കെ നല്ലത് തന്നെയാണ്. എനിക്ക് നമ്മൾ പലതും കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നല്ലേ. തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല. ഭരണത്തിന്റെ രാഷ്ട്രീയ വശത്തെ പരിധി വിട്ട് വിമർശിക്കാൻ ഒന്നുമില്ല. പക്ഷെ ഈ ജനസമൂഹത്തോട്, പാവങ്ങളോടും മതന്യൂനപക്ഷങ്ങളോടുള്ള ഈ സമീപനത്തിലാണ് നമുക്ക് അവരോട് സങ്കടവും വിഷമവും ഒക്കെ ഉള്ളത്. എന്തൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നല്ലൊരു ജനാധിപത്യ ബോധം ഇവർക്കുണ്ടാകുമോ, ജനാധിപത്യ മതേതര വീക്ഷണമുള്ള മറ്റ് നേതാക്കൾ മുമ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ, ആകട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ.